നമുക്ക് SBI-PO പ്രീവിയസ് 2022-23 മാർക്സ് ഒന്ന് അനലൈസ് ചെയ്യാം. എൻ്റെ പ്രിന്റ് ഔട്ട് ആണിത്. കൃത്യമായിട്ട് കട്ട് ഓഫ് മാർക്സ് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്സ് നമ്മൾ ടോട്ടൽ കട്ട് ഓഫ് മാർക്സ് ആണ് ഉള്ളത്. മുൻ വർഷങ്ങളിലൊക്കെ 87, 88 ഒക്കെ മാർക്സ് വേണം ഔട്ട് ഓഫ് 250. ഈ വർഷമാണെങ്കിൽ 78.56 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ കുറഞ്ഞു. ഇപ്പൊ എക്സാം ടഫാക്കുന്ന ഒരു ടെൻഡൻസി പൊതുവുണ്ട്. ഇപ്പൊ എക്സാം എത്ര ടഫ് ആണെങ്കിലും നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം എന്താ, നമ്മളൊരു ലെവലിൽ പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ മാർക്സ് കുറവായിരിക്കും. സിമ്പിൾ ആകുമ്പോൾ കുറച്ചുകൂടെ മാർക്സ് കൂടുതലായിരിക്കും. എന്തായാലും നമ്മളെ അഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളൊരു ലെവൽ റീച്ച് ചെയ്യണം. ആ ലെവൽ റീച്ച് ചെയ്യുന്ന ലെവലിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ. ഔട്ട് ഓഫ് 250 മാർക്സ് തന്നെ ഡിസ്ക്രിപ്റ്റീവിന് പോയി കഴിഞ്ഞു. അത് ഏത് ലെവൽ എങ്ങനെയൊക്കെ ആയാലും ആ ഡിസ്ക്രിപ്റ്റീവിന്റെ മാർക്സിനകത്ത് വേരിയേഷനേ വരെയില്ല. അത് നമ്മൾ 30-35 മാർക്സ് വാങ്ങാം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഈ 78.56 മൈനസ് 35-നോ 30-നോ കുറയ്ക്കുക. ബാക്കി മാർക്ക് മതി നമ്മൾ കവർ ചെയ്യണം. അവിടെ തന്നെ ഇംഗ്ലീഷിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇംഗ്ലീഷിൽ നമുക്ക് ഔട്ട് ഓഫ് 40 തന്നെ 20-25 മാർക്സ് വാങ്ങാം. പിന്നെ ബാക്കിയുള്ള 2 ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ് അതുപോലെ തന്നെ അതും നോർമലായിട്ട് 20-25 വാങ്ങാം. അപ്പൊ ഇംഗ്ലീഷിന് ഈ ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ് കൊണ്ട് ചേർത്ത് നമുക്കൊരു 50 മാർക്കോളം വാങ്ങാം. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മിനിമം നമ്മൾ വാങ്ങുന്ന ജനറൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിങ്, ഈ രണ്ടും കൂടെ ചേർന്ന് 10 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ നോക്കുക. 10 ക്വസ്റ്റ്യൻസ് അത്ര മാത്രം മതി. മാക്സിമം നമ്മൾ കവർ ചെയ്യുന്ന 10 ക്വസ്റ്റ്യൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അത് കഴിയുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ആ റിക്വയർഡ് ലെവലിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഇതാണ് SBIക്ക് നമ്മൾ വേണ്ടുന്ന ഒരു 76-77 മാർക്കിനകത്ത് അല്ലെങ്കിൽ 80 മാർക്കിനകത്ത് വാങ്ങാനുള്ള ഒരു പ്രാക്ടീസ്, ഒരു പ്രോഗ്രാമിനെ ചാർട്ട് ചെയ്താൽ മാത്രം മതി. അതിനകത്ത് വളരെ ഈസി ആയിട്ട് ഡിസ്ക്രിപ്റ്റീവിന് ഇത്ര കിട്ടും. ബാക്കിയുള്ളത് ഞാൻ നേരത്തെ IBPS-ന്റെ ഒരു വീഡിയോയിൽ IBPS-ന്റെ കട്ട് ഓഫ് മാർക്സും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. അതാണെങ്കിൽ ഔട്ട് ഓഫ് 250 ആണ്, ഇത് ഔട്ട് ഓഫ് 225 ആണ്. രണ്ടും സംവാട്ട് സിമിലർ ആണ്. ഒന്ന് ഔട്ട് ഓഫ് 250 ആണ്, ഒന്ന് ഔട്ട് ഓഫ് 225 ആണ്. അപ്പൊ അതുകൊണ്ടുള്ള മാർക്കിന്റെ വ്യത്യാസമാണ്. IBPS-ന് 71 പോയിന്റ് സംതിങ് വേണം, ഇവിടെ 77.78 മാർക്കോളമായി. അപ്പൊ ആ വ്യത്യാസം അതുകൊണ്ടാണ്. അപ്പൊ SBI എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. ഏറ്റവും പ്രസ്റ്റീജിയസ് ബാങ്കിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. എല്ലാവരുടെയും അംബിഷനാണ്, അംബിഷ്യസ് ജോബാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് SBI സെലക്ഷനോട് കൂടി. ഓക്കെ, താങ്ക് യു.